എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് പുരാതന ബാബിലോണിലേക്ക്. അവിടെ ഒളിഞ്ഞിരിക്കുന്ന സമ്പത്തുണ്ടാക്കാനുള്ള വളരെ സിമ്പിൾ പക്ഷേ ഭയങ്കര പവർഫുള്ളായ 5 നിയമങ്ങൾ കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇത് കേട്ട് കഴിയുമ്പോൾ പണത്തിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്ത തന്നെ ചിലപ്പോൾ അങ്ങ് മാറിപ്പോകും. അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ നന്നായി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു, മാസം ശമ്പളം വാങ്ങുന്നു. പക്ഷെ എപ്പോഴെങ്കിലും ഒന്ന് നിർത്തി ആലോചിച്ചിട്ടുണ്ടോ, നിങ്ങൾ ശരിക്കും ആർക്കു വേണ്ടിയാണ് ഈ ജോലി ചെയ്യുന്നത് എന്ന്? നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണത്തിന്റെ യഥാർത്ഥ ഗുണം കിട്ടുന്നത് ആർക്കാണ്? അത് നിങ്ങൾക്ക് തന്നെയാണോ? ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമുണ്ടല്ലോ, അത് ചിലപ്പോൾ കേൾക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥതയൊക്കെ തോന്നാം. അതെന്താണെന്നറിയോ? നമ്മളിൽ ഭൂരിഭാഗം പേരും നമ്മൾ പോലും അറിയാതെ ഒരുതരം ആധുനിക സാമ്പത്തിക അടിമകളെപ്പോലെയാണ് ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ ഒരു വാചകം ശരിക്കും നമ്മളെ പിടിച്ചുലക്കും. കാരണം അതൊരു പച്ചയായ സത്യമാണ്, നമ്മുടെ മുഖത്ത് നോക്കി പറയുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കിയേ. നമ്മൾ ശമ്പളം കിട്ടുമ്പോൾ ആദ്യം ആർക്കാ കൊടുക്കുന്നത്? വീട്ടുവാടക കൊടുക്കുന്നു, പലചരക്ക് കടയിൽ കൊടുക്കുന്നു, പുതിയ ഡ്രസ്സ് വാങ്ങുന്നു. അങ്ങനെ എല്ലാവർക്കും കൊടുത്തു കഴിയുമ്പോൾ മാസാവസാനം നിങ്ങൾ അധ്വാനിച്ചതിൻ്റെ ഫലം അതിലെത്ര നിങ്ങളുടെ കയ്യിൽ ബാക്കിയുണ്ട്? ഇത് ശരിക്കും ഒരു അടിമയെപ്പോലെയല്ലേ? യജമാനൻ തരുന്ന ഭക്ഷണത്തിനും വസ്ത്രത്തിനും വേണ്ടി മാത്രം പണിയെടുക്കുന്നത് പോലെ. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ ഒരു ചങ്ങല എങ്ങനെ പൊട്ടിച്ചെറിയാൻ പറ്റും? അതിനുള്ള വഴിയുണ്ട്. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ ഉത്തരം കേട്ടാൽ നിങ്ങൾ അതിശയിച്ചു പോകും. കാരണം അത്ര സിമ്പിളാണ്. മുഴുവൻ കാര്യവും ഈ ഒരൊറ്റ ഫ്രാക്ഷനിലേക്ക്, ഈ ഒരു ഭിന്നസംഖ്യയിലേക്ക് ഒതുങ്ങുന്നുണ്ട്. ഓർക്കുക, നിങ്ങൾ സമ്പാദിക്കുന്നതിൻ്റെ ഒരു ഭാഗം അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അത് നിങ്ങൾക്കായി സൂക്ഷിക്കാനുള്ളതാണ്. ഇതെങ്ങനെ ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ വീട്ടുവാടക കൊടുക്കുന്നതിന് മുൻപ്, പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്നതിന് മുൻപ്, വേറെ എന്ത് ബില്ല് അടയ്ക്കുന്നതിന് മുൻപ് ശമ്പളം കയ്യിൽ കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം അതിൻ്റെ 10-1 നിങ്ങൾക്കായിട്ട് മാറ്റിവെക്കുക. എന്നിട്ട് ബാക്കിയുള്ള 90% കൊണ്ട് ജീവിക്കാൻ പഠിക്കുക. ഇതാണ് ആ ഗെയിം ചേഞ്ചിങ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പം നിങ്ങൾ പണം മാറ്റിവെക്കാൻ തുടങ്ങി. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. പുസ്തകം പറയുന്നത് സമ്പത്തുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ പണം സേവ് ചെയ്യൽ മാത്രമല്ല, അത് അവസരങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും കൂടിയാണ്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന പോലെ നമ്മുടെ ഭാഗ്യം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിനെക്കുറിച്ച്. അപ്പം എന്താണ് ഈ ഭാഗ്യം എന്ന് പറയുന്നത്? ഈയൊരു താരതമ്യം നോക്കിയാൽ നമുക്ക് കാര്യം പിടികിട്ടും. ഒരു വശത്ത് നീട്ടിവെക്കുന്ന ആൾ, അയാൾ എപ്പോഴും ഓരോ കാരണങ്ങൾ കണ്ടെത്തും. ഇന്നെനിക്കൊരു മൂഡില്ല, ഗ്രഹങ്ങളൊന്നും ശരിയല്ല, ഓഫീസിൽ ഭയങ്കര പണിയായിരുന്നു, ക്ഷീണിച്ചു. എന്നാൽ മറുവശത്ത് നോക്കൂ, പ്രവർത്തിക്കുന്ന ആൾ, അയാൾ വെറുതെ ഇരിക്കുന്നില്ല, അയാൾ ആക്ഷൻ എടുക്കുന്നു. കിട്ടുന്ന അവസരങ്ങൾ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്തു നോക്കുന്നു. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ ഭാഗ്യം എന്ന് പറയുന്നത് വെറും യാദൃച്ഛികമായി സംഭവിക്കുന്ന ഒന്നല്ല. അതൊരു നമ്പേഴ്സ് ഗെയിമാണ്. നിങ്ങൾ എത്ര കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നുവോ, എത്ര കൂടുതൽ അവസരങ്ങൾ പരീക്ഷിക്കുന്നുവോ, അതിലൊന്ന് വിജയിക്കാനുള്ള സാധ്യതയും അത്രയും കൂടും, അല്ലേ? അപ്പോൾ ഇതിന് ലക്കുമായിട്ടല്ല ബന്ധം, നമ്മുടെ പ്രവൃത്തിയുമായിട്ടാണ്. ശരി, അപ്പോൾ നിങ്ങൾ പണം മാറ്റിവെക്കുന്നുണ്ട്, അവസരങ്ങൾക്കായി പ്രവർത്തിക്കുന്നുണ്ട്. എന്നിട്ടും ചിലപ്പോൾ ഒന്നും മുന്നോട്ട് പോകുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അതിനൊരു കാരണമുണ്ട്. കാരണം നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ കഴിവുള്ള ഒരു വലിയ കെണി മുന്നിലുണ്ട്. ഇത് മനുഷ്യന്റെ ഒരു ബേസിക് സ്വഭാവമാണ്. നിങ്ങളെപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ശമ്പളം കൂടുമ്പോൾ അതിനൊപ്പം തന്നെ ഒരു മാജിക് പോലെ നമ്മുടെ ചെലവുകളും കൂടും. പുതിയ ഫോൺ, വലിയ കാറ്, അങ്ങനെ. ഇതിനെയാണ് പുസ്തകം അത്യാവശ്യ ചിലവുകളുടെ കെണി എന്ന് വിളിക്കുന്നത്. ഈ ചാർട്ട് നോക്കിയാൽ ആ കഥ കൃത്യമായിട്ട് മനസ്സിലാവും. ഒരാളുടെ ശമ്പളം 50,000-ൽ നിന്ന് 80,000-ആയിട്ട് കൂടി, കൊള്ളാമല്ലേ? പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? അയാളുടെ ചെലവും കറക്റ്റായിട്ട് 80,000-ആയി. ചിലപ്പോൾ പുതിയ കാറ് വാങ്ങിയിട്ടുണ്ടാവും, വലിയ വീട്ടിലേക്ക് മാറിയിട്ടുണ്ടാവും. പക്ഷെ സത്യത്തിൽ എന്താ സംഭവിച്ചത്? അയാൾ സാമ്പത്തികമായി ഒരു പടി പോലും മുന്നോട്ട് പോയില്ല. അതേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നു. അയാൾ ആ ജോലിയിൽ പെട്ടുപോയി. കാരണം ആ ശമ്പളം നിന്നാൽ എല്ലാം തീർന്നു. അപ്പോൾ ഓർക്കുക, സമ്പത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര ഉണ്ടാക്കുന്നു എന്നതല്ല, നിങ്ങൾ എത്ര കയ്യിൽ വെക്കുന്നു എന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ചെലവുകൾ നിങ്ങൾ കൺട്രോൾ ചെയ്താൽ എന്ത് സംഭവിക്കും? സിമ്പിൾ, നിങ്ങളുടെ കയ്യിൽ പണം ബാക്കി വരും. ആ പണം കൊണ്ടാണ് നമ്മൾ 4ാമത്തെ നിയമത്തിലേക്ക് പോകുന്നത്. നല്ലപോലെ പഠിച്ച് റിസർച്ച് ചെയ്ത് ഒരു നല്ല അവസരം മുന്നിൽ വരുമ്പോൾ, ഉദാഹരണത്തിന് 2008-ൽ മാർക്കറ്റ് ഇടിഞ്ഞതുപോലെ, അപ്പോൾ പ്രവർത്തിക്കാൻ നിങ്ങളുടെ കയ്യിൽ പണമുണ്ടാവും. അങ്ങനെയുള്ള അവസരങ്ങൾ മുതലെടുക്കുക എന്നതാണ് അടുത്ത സ്റ്റെപ്പ്. ഇനി നമ്മൾ വരുന്നത് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്കാണ്. നിങ്ങൾ മാറ്റിവെച്ച പണം അത് എങ്ങനെ വളർത്താം? ഇവിടെയാണ് നമ്മൾ നമ്മുടെ സ്വന്തം മണി ആർമി, അതായത് പണത്തിന്റെ ഒരു സൈന്യത്തെ തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഐഡിയ ഭയങ്കര പവർഫുള്ളാണ്. അതായത് പണത്തെ ഒരു ജോലിക്കാരനായി കാണുക. നിങ്ങളെ സേവിങ്സ് വെറുതെ ബാങ്കിൽ കിടക്കുകയല്ല, അതിനെക്കൊണ്ട് നമുക്ക് പണിയെടുപ്പിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ജോലിക്കാരൻ ഉറങ്ങണ്ട, അവർക്ക് ക്ഷീണമില്ല, 24 മണിക്കൂറും അവർ നിങ്ങൾക്കായി ജോലി ചെയ്തുകൊണ്ടേയിരിക്കും.
പുസ്തകം ഇതിനെ വിളിക്കുന്നത് ഒരുതരം ആധുനിക അടിമത്തമെന്നാണ്, പക്ഷേ ഇത് 100% നിയമപരമാണ്. ഇതാണ് ശരിക്കും കോമ്പൗണ്ടിങ്ങിന്റെ മാജിക്. നിങ്ങളുടെ ആദ്യത്തെ സേവിങ്സ്, അവരാണ് നിങ്ങളുടെ പണമെന്ന അടിമകൾ. അവർ ജോലി ചെയ്തുണ്ടാക്കുന്ന വരുമാനം, അത് അവരുടെ കുട്ടികൾ. പിന്നെന്താ സംഭവിക്കുന്നത്? ആ കുട്ടികളും വളർന്ന് ജോലി ചെയ്യാൻ തുടങ്ങും. അവർക്കും കുട്ടികളുണ്ടാകും. അങ്ങനെ അതൊരു വലിയ സൈന്യമായി മാറും. നിങ്ങളുടെ സമ്പത്ത് പിന്നെ എക്സ്പൊണൻഷ്യലായി, അതായത് ഇരട്ടിച്ചിരട്ടിച്ച് വളരാൻ തുടങ്ങും. സമയം പോകുന്തോറും ഇത് കൂടുതൽ എളുപ്പമായി വരും. അപ്പോൾ ഈ പുരാതന പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളിലൂടെയെല്ലാം നമ്മൾ കടന്നുപോയി. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് മുന്നോട്ടു പോകാനുള്ള ഒരു വ്യക്തമായ വഴി എന്താണെന്ന് നോക്കാം. അപ്പോ ഇതാണ് സമ്പത്തിലേക്കുള്ള നിങ്ങളുടെ 5 സ്റ്റെപ്പ് പ്ലാൻ. 1. എന്തു വന്നാലും ആദ്യം നിങ്ങൾക്ക് തന്നെ ശമ്പളം കൊടുക്കുക, ആ 10-1 മാറ്റിവെക്കുക. 2. ഭാഗ്യം വരാൻ കാത്തിരിക്കരുത്, പ്രവർത്തിച്ച് സ്വന്തമായി ഭാഗ്യമുണ്ടാക്കുക. 3. ശമ്പളം എത്ര കൂടിയാലും നിങ്ങളുടെ ചെലവുകളെ കൺട്രോളിൽ നിർത്തുക. 4. നല്ല അവസരം വരുമ്പോൾ ധൈര്യമായിട്ട് ആക്ഷൻ എടുക്കുക. അവസാനമായി 5. നിങ്ങളുടെ പണത്തെക്കൊണ്ട് നിങ്ങൾക്കായി പണിയെടുപ്പിക്കുക. ഒരു പാസീവ് ഇൻകം ആർമി തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഈ നിയമങ്ങൾക്കൊന്നും ഒരുപാട് പഴക്കമൊന്നുമില്ല എന്ന് തോന്നാം. പക്ഷേ ഇവയ്ക്ക് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അന്ന് ബാബിലോൺ ഇത് അത്രത്തോളം ശരിയായിരുന്നോ അത്രത്തോളം തന്നെ ഇന്നും ഇത് പ്രസക്തമാണ്. വഴിയിപ്പോ നിങ്ങളുടെ മുന്നിൽ വ്യക്തമാണ്. ഇനി ഒരൊറ്റ ചോദ്യമേ ബാക്കിയുള്ളൂ. നിങ്ങൾ എടുക്കാൻ പോകുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും?